ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ കയ്യിൽ ഓറഞ്ച് എന്നല്ലേ? ചൂടല്ലാനല്ലേ? അപ്പോൾ ഒരു ഓറഞ്ചെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച്. ഓറഞ്ചിന് എങ്ങനെയാ പേര് വന്നതെന്നറിയാം? ഒരു വലിയ സംഭവമുള്ള വീഡിയോ ഒന്നുമല്ല, ഞാൻ എങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പണ്ട് ഞാൻ എവിടെയോ ഇങ്ങനെ ഒരു വാട്സപ്പിലൊക്കെ കണ്ടതാണ്. 6ഉം 5ഉം എത്രയാ? 11 അതുപോലെ ഈ ഓറഞ്ചിൽ 11 അല്ലിയ ഉണ്ടാവുക പോലും. അപ്പം അങ്ങനെയാണ് ഓറഞ്ചിന് 6ഉം 5ഉം 11 അല്ലി എന്നുള്ള രീതിയിൽ 6-5 എന്നുള്ള പേര് വന്നത് പോലും. അങ്ങനെയാ പോലും ഓറഞ്ചിന് ആ പേര്. അതെന്നാ സംഭവം? ആരാ കുക്കി വിളിക്കുന്നത്? ഇതെന്നാ സംഭവം? ഇത് ഇവനായിരുന്ന? ഇവനെന്താ പറ്റിയേ? നല്ലൊരു പാട്ടുകാരനായിരുന്നു. ആരോ എന്തോ ഓറഞ്ച് അങ്ങാറ്റം എടുത്ത് എറിഞ്ഞു തോന്നുവാനാ. അതാ കൂക്കി വിളിക്കുന്ന സ്റ്റേജിൽ മുന്നിൽ. അയ്യോ, അത് പോട്ടെ, സാരൂല. ആ പാവം ചങ്ങായിന് ആരോ ഓറഞ്ച് എടുത്ത് എറിഞ്ഞു എന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആ ചങ്ങായി സ്റ്റേജിൽ നിന്ന് നല്ലൊരു പാട്ടുകാരനായിരുന്നു, കൂക്കി വിളിക്കാൻ തുടങ്ങി. എന്താ ചെയ്യാം, നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം. അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറഞ്ചിനെ കുറിച്ചല്ലേ. അതാണ് ഓറഞ്ചിന് അങ്ങനെ ഇതൊക്കെ എന്നാ വെച്ച് അമ്മേ, എന്തോ ഒരു നല്ലൊരു കൊച്ചായിരുന്നു. ഇവക്ക് ഇങ്ങനെ ആയല്ലോ എൻ്റെ ദൈവമേ. എന്ത് ചെയ്യാനാ? നല്ലൊരു പെണ്ണായിരുന്നു, എന്തോ പറ്റി. ചൂട് കൂടിയതിൻ്റെ ആയിരിക്കും. ചില പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ്, ഭയങ്കര സംഭവമാണ്. മൈക്കൊക്കെ കിട്ടിയാലുണ്ടല്ല, നല്ല രീതിയിൽ പ്രഭാഷണമെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രീതിയിൽ പ്രസംഗിക്കും. നിങ്ങൾക്കറിയാലോ, ഒരു പെണ്ണുങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ വേണം, നല്ല രീതിയിൽ പ്രസംഗിക്കും. ഈ പെണ്ണുങ്ങൾക്ക് എന്നാ പറ്റി? എൻ്റെ മോനെ, എന്തെല്ലാം ഈ പെണ്ണുങ്ങൾ പറഞ്ഞു വിട്ടു. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇപ്പോഴത്തെ പിള്ളേരാണ് കേട്ടാ ഇങ്ങനൊന്നും പറഞ്ഞേക്കളല്ലേ. ബെച്ചക്കുള്ള പിള്ളേർ വന്നിട്ട് അല്ലേ തന്നെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുക. ഞാനൊന്നും പറയുന്നില്ല, പാരി ഞാൻ പറഞ്ഞിട്ടായിപ്പോയി. ഞാനില്ല. മൈക്ക് കിട്ടിയാൽ എൻ്റെ ഈശ്വര എന്താ പറയണ്ടതെന്ന് ഇപ്പം ആർക്കും ഒന്നും അറിയാത്ത അവസ്ഥയായി. എന്താ ചെയ്യുക? ലോകേ ബലാത്സംഗം ചെയ്താൽ തിരിച്ച് ബലാത്സംഗം ചെയ്യാനും അറിയാന്ന്. തച്ചാൻ ഞാൻ തിരിച്ചടിക്കും. അതെല്ലാം പറയുന്ന പോലെ അങ്ങ് പറഞ്ഞോട്ട്. എന്താ ചെയ്യ? ഇവൻ ആദ്യം വന്ന് അടുത്ത കൊല്ലം ഡബ്സിന്റെ ഷോ ഒറ്റ ലൈനുള്ളൂ. സംഭവം എന്നറിയാൻ, ആരോ നാരങ്ങ എടുത്ത് എറിഞ്ഞു. നാരങ്ങ ആപ്പിളങ്ങാറ്റ് എടുത്തു നല്ലോണം കൊണ്ടു. അപ്പം ബാക്കിൽ നിന്നാന്ന് വന്നിനിയും തോന്നും, അല്ല മുമ്പ് നിന്നാന്ന് തോന്നുന്നു വന്നിനി. ഇവൻ്റെ ഈ കളി കണ്ടിട്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി മുമ്പും ബാക്കൊന്നുമില്ല, ഒറ്റ ലൈനേ ഉള്ളൂ. എന്താ ചേറ് വരുന്ന ഏറുന്നാന്ന് മനസ്സിലാക്കാലോ. ഓടി രക്ഷപ്പെടാനാന്ന് തോന്നുന്നു. കൊള്ളാടാ മോനെ ഡബ്സി കുട്ടാ, ചക്കര മുത്തേ. നന്നായിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ പാട്ട് പാടി, നല്ല പാട്ടുകളൊക്കെ പാടിയിട്ട് നല്ല ഉയരത്തിൽ നിൽക്കുന്നൊരു സിംഗറല്ലേ ഈ ഡബ്സി എന്ന് പറയുന്നത്. എനിക്ക് ഡബ്സി വേടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടലമ്മ പെറ്റതല്ലേ കണ്ണീരി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പാട്ടെല്ലാം ഇല്ല. ആ നല്ല പാട്ടെല്ലാം പാടി വേടൻ, അടിപൊളി പാട്ട്. ഡബ്സീൻ്റെ പാട്ട്, തല്ലുമാലയിലെല്ലാം പാട്ടെല്ലാം അടിപൊളിയല്ലേ. നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കോപ്രായം കാണിക്കണം. പാട്ട് പാടാൻ അറിയുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം, നന്നായിട്ട് പാടുന്നേ. കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ. ഇതെന്താ ഇത്? ഞാൻ തിരിച്ചെടുത്തു.
പാട്ട് പാടാൻ അറിയാത്തവരും ഉണ്ട്, പാട്ട് പാടാൻ അറിയുന്നവരും ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. എല്ലാം പോട്ട്. എന്താണോ ഉദ്ദേശിച്ച് വീഡിയോ തുടങ്ങിയത് അതെല്ലാം പോയി. എവിടെയല്ലോ തീവരെല്ലാം കൊണ്ട്. എന്ത് പറയാനാ, നമ്മുടെ നാട്ടിൽ ഒരുപാട് അഭിനേതാക്കളും നമ്മളെ മലയാള സിനിമയിലായിക്കോട്ടെ സീരിയലിലായിക്കോട്ടെ ഒരുപാട് അഭിനേതാക്കൾ, ആണായാലും പെണ്ണായാലും ആണുങ്ങളായാലും എന്തിന് പറയുന്നു, വയസ്സന്മാരിൽ അഭിനയിക്കുന്ന കാണണം പൊള്ളിച്ചാട്ടിക്കും മോനെ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലേ. നല്ല നാടാണ് നമ്മളുള്ളത്. പക്ഷേങ്കിൽ ഈ സിനിമാ മേഖലയിലെല്ലാം ഇപ്പം ഭയങ്കര പ്രശ്നമാണല്ലേ. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല അഭിനേതാക്കളെ കണ്ടെത്തിയിട്ട് ഈ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കണം. അന്നേരമാണ് ഇവന്മാർക്ക് മനസ്സിലാവുക ഇവന്മാർ പൈസ കൂടുതൽ മേടിക്കുന്നതും കുറവ് മേടിക്കുന്നതും എല്ലാം നമുക്ക് മനസ്സിലാവുക അന്നേരമാണ്. അല്ലേ? ഇതാരാ? യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ. എന്തായാലും ഇവരെന്ത് ചെയ്യാൻ വിടൂല, നല്ലൊരു രീതിയിൽ വീഡിയോ ചെയ്യാൻ വിടൂല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇതുപോലെ വല്ലതും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോ. ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യൽ കുറവാണ്, എന്നാലും ഒരു രസത്തിന് ചെയ്തു നോക്കിയതാണ് കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ സാധനം കുറച്ച് മുന്നോട്ട് പോകണമെങ്കിലേ നിങ്ങളെ ലൈക്ക് അത്യാവശ്യം പോലും ആരോ പറയുന്നത് കേട്ടു. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ച് കേട്ടാ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.